പയ്യന്നൂരിന് ഈ പശ്ചാത്തലത്തിൽ ചെറിയൊരു വ്യത്യാസം അല്ലെങ്കിൽ പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ വഞ്ചിച്ച് പാർട്ടി സംഘടനാ വിരുദ്ധമായ പ്രവർത്തനത്തിന് അച്ചടക്ക നടപടിക്ക് വിധേയമായി പുറത്താക്കപ്പെട്ട് പാർട്ടിക്കെതിരായി മാധ്യമങ്ങൾ ശൃംഖലയെ ഉപയോഗിച്ച് പാർട്ടിയെ തകർക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സ്വീകരണ പരിപാടി എന്നുള്ളതുകൊണ്ട് ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ആ പറയുന്ന കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവ പാഠമാണ്. അത് വേറൊന്നുമല്ല, ഈ പയ്യന്നൂർ ഒരു ദിവസമുണ്ടായ പയ്യന്നൂരല്ല. ഇവിടെ സഖാവ് മധു ജാഥാ ക്യാപ്റ്റന് നൽകിയിട്ടുള്ള സ്വീകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നിട്ടുള്ള ആ ചർക്ക ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമുള്ള ഒന്നാണ്. നവാധോന പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഈ കേരളത്തിലെ വടക്കൻ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്നൊരു കേന്ദ്രമാണ് ഈ പയ്യന്നൂർ. ഉപ്പൂറുക്കൽ സമരം മുതൽ ഇങ്ങോട്ട് സഖാവ് കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ നേതൃത്വം കൊടുത്ത് വളർത്തിയ അതിശക്തമത്തായ പോരാട്ടത്തിൻ്റെയും സമരത്തിൻ്റെയും ദേശീയ പാരമ്പര്യം ഈ പയ്യന്നൂരിന് ഉണ്ട്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ മുമ്പന്തിയിൽ പോരാളികളായിട്ട് നിന്ന സഖാവ് AKGയും കൃഷ്ണമാഷ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ, കുഞ്ഞിരാമേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നാരായണ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, കരിവള്ളൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, സുബ്രഹ്മണ്യ ഷേണായിയെപ്പോലെ, അതുപോലെ തന്നെ നിരവധിയായ നേതാക്കൾ, സഖാവ് CP, മുനയംകുന്ന് രക്തസാക്ഷികളുടെ ഓർമ്മ, അതുപോലെ തന്നെ കരിവള്ളൂരിൻ്റെ ഓർമ്മ, ധനരാജിൻ്റെ രക്തസാക്ഷിത്വം നടന്ന നാട് എല്ലാം ചേർന്ന് ഈ പയ്യന്നൂര് രക്തസാക്ഷികളുടെ ഒരു കേന്ദ്രഭൂമിയാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം മുതൽ ഈ പയ്യന്നൂരിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഏതു മേഖലയിലും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കരിവള്ളൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാരമ്പര്യം. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ജന്മിത്വത്തിനെതിരായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് ജനാധിപത്യ വിപ്ലവത്തിൻ്റെ മാർഗം എന്ന രീതിയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് വിടണം എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടുമ്പോൾ ഭൂപ്രഭുത്വം അവസാനിപ്പിക്കാനാകണം, ജന്മിത്വം അവസാനിപ്പിക്കാനാവണം, ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റമുണ്ടാവണമെന്ന വ്യക്തമായ കാഴ്ചപ്പാടോടെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ കണ്ട പാർട്ടി കോൺഗ്രസ് ആയിരുന്നില്ല, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. അന്ന് ഉയർത്തിയ മുദ്രാവാക്യമാണ് ജന്മിത്വം അവസാനിപ്പിക്കണം, സാമ്രാജ്യത്വം തുലയട്ടെ, ഇൻകുലാബ് സിന്ദാബാദ്. ഈ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ടേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് കരിവള്ളൂരിൽ ഗുണ്ടകളെ ഇറക്കി രാജവാഴ്ചയുടെ ഭാഗമായിട്ടുള്ള നെല്ലുകടത്തൽ പ്രക്രിയ വന്നത്. അതിന് ജനങ്ങളാണ് ചെറുത്തത്. ആ ചെറുത്ത പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കരിവള്ളൂർ രക്തസാക്ഷികൾ ഉണ്ടായത്. ഓലയിൽ കെട്ടി കൊണ്ടുപോയിട്ട് മരിച്ചു എന്ന് വിട്ട സഖാവാണ് സഖാവ് AV കുഞ്ഞമ്പു. രക്തത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള രേഖയിലാണ് ഈ പാർട്ടിയും പ്രസ്ഥാനവും ഈ മണ്ണിൽ കരിവള്ളൂരിലായാലും പയ്യന്നൂരിലായാലും മുനയംകുന്നിലായാലും ഒക്കെ രൂപപ്പെട്ട് വളർന്നു വന്നിട്ടുള്ളത്. കോറോത്തും കാങ്കോ എല്ലാ മേഖലയിലും. ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ സ്വന്തം ജീവിതരക്തം കൊണ്ട് പടുത്തുയർത്തിയ ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഈ കേരളത്തിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ജനസ്വാധീനമുള്ള നാടായിട്ട് ഈ കേരളത്തിലെ ഒന്നാമത്തെ മണ്ഡലമായി പയ്യന്നൂർ മണ്ഡലത്തെ അങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്ന കാര്യം ചരിത്രത്തിന്റെ ഭാഗമായി നല്ല നെഞ്ചൂക്കോടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാക്കാനാവണം. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ബൂർഷ്വാ മാധ്യമങ്ങളുമായി ചേർന്ന് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഏഷ്യാനെറ്റുമായിട്ട് ചേർന്ന് കാര്യങ്ങളെല്ലാം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തതും പരിഹരിച്ചതുമായ കാര്യങ്ങളെല്ലാം വീണ്ടും പറഞ്ഞ്
ഈ പാർട്ടിയെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടം വരുമ്പോൾ പാർട്ടി ആകെ ഒറ്റക്കെട്ടായി ജനങ്ങളെ കാണുന്നതിന് വേണ്ടി ഗൃഹസന്ദർശന പരിപാടി നടത്തണമെന്ന് തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോയപ്പോഴാണ് ഇവരെല്ലാം, ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ച് പാർട്ടിക്കെതിരായി വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർ രംഗത്തേക്ക് വന്നത്. ഈ പാർട്ടി ഒറ്റ മനസ്സോടെ ഈ കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരായി, പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി, അവരുടെ എല്ലാം കടന്നാക്രമങ്ങൾക്ക് മുമ്പിൽ ചെറുത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ പോലൊരാൾ പാർട്ടിയുടെ ശത്രുപക്ഷത്തു നിന്ന് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ മറന്ന് ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം ഒറ്റുകാരനെ പോലെ മുന്നോട്ടേക്ക് വന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ സ്വീകരണമെന്ന് സഖാക്കൾ മറക്കണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടന്ന എല്ലാ ഘട്ടത്തിലും ഇതാണ് അനുഭവം. ഒരു ഫുട്ബോൾ പന്ത് പോലെയാണ്. ആ പന്തിനെ എത്ര ശക്തിയായിട്ട് അടിക്കുന്നുവോ അത്രയും അത് മുന്നോട്ടേക്ക് കുതിക്കുകയാണ് ചെയ്യുക എന്ന ചരിത്രാവബോധം വേണം. കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ കുറച്ച് ദിവസം എന്തോ മുൻകൈ നേടിയിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയത്. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളും, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച കോടാലി കൈയായി നിലകൊണ്ട ആളുകളും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം മറക്കണ്ട. അത് കുഞ്ഞികൃഷ്ണനും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിനു വേണ്ടി ബൂർഷ്വാ മാധ്യമ ശൃംഖലകളുമായിട്ട് ഐക്യപ്പെട്ട് തൽക്കാലം കുറച്ച് ആശ്വാസമെല്ലാം കിട്ടുമെങ്കിലും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ തന്നെയാണ് അവരുടെ സ്ഥാനം എന്ന കാര്യത്തിൽ തർക്കമില്ല. കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനിപ്പിച്ച് ബൂർഷ്വാസിയോടൊപ്പം അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഈ നിലപാടിന് ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുമെന്ന കാര്യത്തിലും ആർക്കും സംശയമുണ്ടാവേണ്ടതില്ല. പയ്യന്നൂർ പോലെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ അതിന്റെ കോടാലി കൈയായി വി കുഞ്ഞികൃഷ്ണനെ ഉപയോഗപ്പെടുത്തി ഈ പാർട്ടിയെ തകർക്കാനാവുമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ മാധ്യമ ശൃംഖലയുടെയും ഭാഗമായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അതിനൊന്നും കീഴടങ്ങാൻ മനസ്സുള്ള നാടല്ല പയ്യന്നൂര് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. ഏത് തീക്ഷ്ണമായ പോരാട്ടത്തിന്റെയും മുമ്പിൽ ജ്വലിച്ചു നിന്ന ഈ പയ്യന്നൂരിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ച് മുന്നോട്ടേക്ക് നയിക്കാൻ പര്യാപ്തമായ ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഇവിടെയുണ്ട്. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയാനാണ് ഞാൻ ഈ ജാഥയുടെ ആമുഖമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്.